എന്തായി കാണിക്കണേ? എക്സാം അല്ലേ വരണേ, പഠിക്കണില്ലേ? ഞാൻ എന്തിനാ പഠിക്കണേ? പരീക്ഷ എഴുതണ്ടെങ്കിലല്ലേ പഠിക്കണ്ടു. അമ്മുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ടല്ലേ ഞാനിവിടെ വന്നത്, അല്ലാതെ പരീക്ഷ എഴുതി പാസ്സാവാനൊന്നും അല്ലല്ലോ. നിങ്ങൾ രണ്ടാളും നന്നായിട്ട് പഠിക്കേ. പ്രിൻസിപ്പളും ടീച്ചേഴ്സും ഒക്കെ ജയേഷിന്റെ റാങ്ക് എക്സ്പെക്ട് ചെയ്തോണ്ടിരിക്കുക, എന്നിട്ട് എഴുതുന്നില്ലെന്ന് പറഞ്ഞ ജയേഷിനെ എഴുതുന്നില്ലെങ്കിൽ ഞങ്ങളും ഇല്ല. നിങ്ങൾ എന്തിനാ എഴുതാണ്ടിരിക്കണേ? ജയേഷിനെ എന്തിനാ എഴുതാണ്ടിരിക്കണേ? അതുകൊണ്ട് തന്നെ ജയേഷിനെ എഴുതാത്ത പരീക്ഷ ഞങ്ങളും എഴുതുന്ന പ്രശ്നമില്ല. അയ്യോ, നിങ്ങൾ എഴുതാണ്ടിരിക്കരുത്. ശരി ശരി, ഞാൻ എഴുതിക്കോളാം. എങ്കിൽ ആ ഫോൺ മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക്. എന്താ നീ കാണിക്കുന്നേ? ഒരു വിധത്തിൽ എല്ലാം അവസാനിച്ചിരിക്കുക, പിന്നെ നീ വഷളാക്കരുത്. നീ കണ്ടില്ലേ, ഇപ്പോഴെങ്കിലും ഞാനൊന്ന് വിളിച്ചില്ലെങ്കിൽ അയാൾ പരീക്ഷ എഴുതില്ല. ഒറ്റ പ്രാവശ്യം ഞാൻ വിളിക്കൂ, അയാളെ കൊണ്ട് പരീക്ഷ എഴുതിക്കാൻ മാത്രം. പിന്നെ ഒരിക്കലും ഞാൻ വിളിക്കില്ല. സത്യം. ഹലോ, എന്താ ഇത്ര ദിവസം വിളിക്കാതിരുന്നത്? ഞാൻ കരുതി ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന്. കുട്ടിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ അല്ലേ? പിണങ്ങിട്ടൊന്നുമല്ല. ഇയാളെ ശല്യപ്പെടുത്തണ്ട, പരീക്ഷയൊക്കെ അല്ലേ, പഠിക്കട്ടെ എന്ന് വിചാരിച്ച് വിളിക്കാണ്ടിരുന്നതാ. നന്നായി പഠിക്കണ്ടല്ലോ അല്ലേ? ഇല്ല, ഞാൻ പരീക്ഷ എഴുതണില്ലെന്ന് പറഞ്ഞതിന് അമ്മ ഇപ്പൊ വഴക്കുണ്ടാക്കിയിട്ടേ ഉള്ളൂ. എഴുതണില്ലാന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇയാളെങ്ങാനും പരീക്ഷ എഴുതിയില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിക്കില്ല, ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയില്ല. കുട്ടി ഇപ്പൊ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വിളിച്ചല്ലോ, ഇനി പോയിരുന്ന് പഠിക്ക്, മര്യാദയ്ക്ക് പരീക്ഷ എഴുത്. ഇയാളെ റാങ്ക് മേടിക്കുന്ന അന്ന് ഞാൻ ഇയാളുടെ മുന്നിൽ വരും. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഇത്തവണ ഇയാളെ ഞാൻ എന്റെ മുമ്പിൽ വരുത്തും. ബൈ. കുട്ടി വിളിച്ചിരുന്നു. ഇപ്പോ? ഇത്തിരി മുമ്പ്. ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി വിളിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടാ എന്നോട്. റാങ്ക് മേടിക്കുമ്പോ എന്നെ കാണാൻ വരാന്നും പറഞ്ഞു.